ഹായ് ഗൈസ്, ഞാൻ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലിപ് ബാമിൻ്റെ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് വൺ സെബാമെഡ് ആണ്. സെബാമെഡ് ഞാൻ ഒത്തിരി പേര് റിവ്യൂ ഉണ്ട് മേടിച്ചാൽ. ഇതിൻ്റെ ഫസ്റ്റ് ഞാൻ ഒരു സ്ട്രോബെറിയുടെ ഓഫ്ലൈൻ മേടിച്ചായിരുന്നു. അത് പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. അതെൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. അപ്പോൾ 500 രൂപ, പക്ഷേ അടിപൊളിയായിരുന്നു. നമ്മുടെ ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷനൊക്കെ അത്യാവശ്യം കുറയ്ക്കുമായിരുന്നു. പിന്നെ ലോങ് ലാസ്റ്റിംഗ്, നമുക്ക് ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ട് തോന്നും. പക്ഷേ ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ച സെബാമെഡിൻ്റെ. ഇത് സ്ട്രോബെറിയുടെ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് എനിക്കറിയത്തില്ല. ഇതിടുമ്പം കുറച്ച് ഡാർക്ക് ആവുന്ന പോലെ എനിക്ക് തോന്നുന്നു. പഴയതിലും പിഗ്മെൻറ്റേഷൻ ഉള്ളത് കൂടുന്ന പോലെ. അടുത്തത് ചാപ്റ്റെക്സിൻ്റെ ആണ്. ഇത് ഞാൻ കുറേ റീൽസിലൊക്കെ കണ്ടിട്ട് മേടിച്ചത് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ചാൽ ഇത്രയും ഞാൻ യൂസ് ചെയ്തു. പക്ഷേ എനിക്കിതുകൊണ്ട് മാറ്റം തോന്നിയിട്ടില്ല. ഡാർക്ക്നെസ് കുറയുന്നതായിട്ടല്ല, കൂടുന്നതായിട്ട് എനിക്ക് തോന്നി. സത്യമാണെന്ന് അറിയില്ല. പക്ഷേ ഇതൊരു കയ്പും ഉണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്തിട്ടില്ല. വിഷ്കെയറിൻ്റെ എല്ലാവരും പറയുന്നത്. ഇത് ഞാൻ രണ്ടാമത്തെ യൂസ് ചെയ്യുന്നത്. ഇത് സത്യം പറഞ്ഞാൽ പിഗ്മെൻറ്റേഷൻ ഒന്നും കുറയ്ക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് നമ്മൾ എന്തെങ്കിലും ഹോം റെമഡീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷേ നമുക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നതിന് മുമ്പ് ഒരു കളർലെസ് ലിപ് ബാം ഇടുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ ഈ ലിപ് ബാം നല്ല ഹൈഡ്രേറ്റ് ചെയ്യും, നമ്മുടെ ചുണ്ട് അങ്ങനെ ഡ്രൈ ചെയ്യാൻ നോക്കത്തില്ല. പിന്നെ കുറേ നേരം ലാസ്റ്റ് ചെയ്യും. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ എൻ്റെ മണം നല്ല അടിപൊളിയായിരുന്നു, ക്യാരമലിൻ്റെ മണമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തേന് അത്ര മണമില്ല. ഇത് എനിക്കിഷ്ടപ്പെട്ട ലിപ് ബാമാണ്. നമുക്ക് SPF ഉള്ളതുകൊണ്ട് യൂസ് ചെയ്യാം.